ഞാൻ ഇന്ന് വളരെയധികം സന്തോഷത്തിലാണ് കേട്ടോ. നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കും, അതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുകയും പരിശ്രമിക്കുകയും ചെയ്തിട്ട് അതിൻ്റെ ബലം നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ, അതെങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇന്ന് ആ ഒരു സന്തോഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഏകദേശം 2-2.5 കൊല്ലമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകെ നടക്കുന്നു. ഞാൻ പഠിച്ചത് DPharm ഫാർമസിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കേരള സ്റ്റേറ്റ് ഫാർമസി നൽകുന്ന നമ്മുടെ ലൈസൻസും സർട്ടിഫിക്കറ്റുമാണ് ഇന്ന് നമ്മുടെ കൈകളിലേക്ക് കിട്ടിയിരിക്കുന്നത്. സാധാരണ ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ തിരുവനന്തപുരത്ത് പോയിട്ടാണ് കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ കോട്ടിംഗ് സെറിമണിയും ചെറിയൊരു ക്ലാസ്സൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ കുറച്ച് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ലാഗായതുകൊണ്ട് നമുക്കിത് സ്പീഡ് പോസ്റ്റിലാണ് വന്നിരിക്കുന്നത്. ഇനിയുള്ള കുട്ടികൾക്കും പുതിയ DMEയുടെ അതായത് ഇതിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ പുതിയ അപ്ഡേഷൻ പ്രകാരം ഇനി തൊട്ട് പോസ്റ്റ് വഴി വരുമെന്നാണ് നമ്മളിത് അറിഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാലോ. ഇതാണ് ഫാർമസി കൗൺസിൽ പ്രൊവൈഡ് ചെയ്യുന്ന ലൈസൻസ്. ഇതിൽ നമ്മുടെ പേരും മറ്റ് ഡീറ്റെയിൽസും രജിസ്ട്രേഡ് ഫാർമസിസ്റ്റ് എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഇതിൽ ഒരു ID കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ പേരും ഡീറ്റെയിൽസൊക്കെ ഉള്ളത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ RX എന്നുള്ള ഒരു എംബ്ലം ഉണ്ടാവും, രജിസ്ട്രേഡ് ഫാർമസിസ്റ്റ് എന്ന് അടിച്ചത്. പിന്നെ നമ്മുടെ സെക്കൻഡ് ഇയറിലെ മാർക്ക് ലിസ്റ്റ്, പിന്നെ ഒറിജിനൽ ഡിപ്ലോമ ഇൻ ഫാർമസി സർട്ടിഫിക്കറ്റ്, പിന്നെ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മുടെ TC. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇവർ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡോക്യുമെൻ്റ് ഡിസ്പാച്ച്ഡ് എന്നുള്ള ഒരു സ്ലിപ്പും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നോക്കിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. ഇത് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ ഹസ്ബൻഡും പിന്നെ എൻ്റെ അമ്മായിമ്മയാണ് കേട്ടോ. നിർഭാഗ്യവശാൽ അമ്മായിമ്മ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല, ഇത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല കേട്ടോ. പിന്നെ എൻ്റെ കൊച്ചും എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടോ. അവൻ 1.5 വയസ്സുള്ളപ്പോഴാണ് ഞാൻ പഠിക്കാൻ പോയത്. പിന്നെ എൻ്റെ ടീച്ചേഴ്സിനും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു.